നമസ്കാരം. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുള്ള രംഗം നമ്മുടെ മന്ത്രി ബിന്ദു വിജയരാഘവന്റെ CPM നേതാവ് വിജയരാഘവന്റെ മുൻ ആക്ടിംഗ് സെക്രട്ടറി CPM സംസ്ഥാന സെക്രട്ടറിയായിരുന്ന വിജയരാഘവന്റെ ഭാര്യ, LDFന്റെ കൺവീനറൊക്കെ ആയിരുന്ന വിജയരാഘവന്റെ ഭാര്യ, മുൻ MP ആയിരുന്ന വിജയരാഘവന്റെ ഭാര്യ ബിന്ദുവിന്റെ നാട്ടിൽ നിന്നാണ്. അതായത് എവിടെ നിന്നാണ് ഈ ജനക്കൂട്ടം ഇരിഞ്ഞാലക്കുടയിൽ എത്തിയെന്നറിയില്ല. പുതുയുഗയാത്ര, അതായത് VD സതീശൻ കാസർഗോഡ് നിന്ന് ആരംഭിച്ച് ഇങ്ങോട്ട് വന്ന യാത്ര ഇരിഞ്ഞാലക്കുടയിൽ എത്തിയപ്പോൾ, തൃശ്ശൂരിലെ ഇരിഞ്ഞാലക്കുടയിൽ എത്തിയപ്പോൾ അവിടെ ഏത് പ്രളയം പോലെ എല്ലാ ഭാഗത്തു നിന്നും ജനക്കൂട്ടം എത്തിപ്പെടുകയാണ് ചെയ്തത്. അവസാനം നിക്കക്കള്ളിയില്ലാതെ അദ്ദേഹത്തെ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയ VD സതീശൻ ആൾക്കൂട്ടത്തിൽ കുടുങ്ങുമെന്നുള്ള ഒരു അന്തരീക്ഷത്തിൽ അദ്ദേഹത്തെ ആനപ്പുറത്തല്ല കയറ്റിക്കൊണ്ടുപോയത്, ആ ജനങ്ങളുടെ ഇടയിലൂടെ ജനങ്ങളുടെ അവരുടെ തോളത്ത് കയറ്റിയിട്ടാണ് കൊണ്ടുപോയി സ്റ്റേജിലെത്തിച്ചത്. അതേ താഴത്തേക്ക് ഇറങ്ങിയ ഒരു പൂഴിമണൽ പോലും എറിഞ്ഞാൽ താഴേക്ക് പതിക്കില്ല. അത്രയ്ക്കും ജനനിബിഡമായിരുന്നു, ജനസമുദ്രമായിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ബിന്ദുവിന്റെ നാട്ടിൽ ഇങ്ങനെ ഉണ്ടാകുന്നത്? ബിന്ദു എന്ന് പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായ ബിന്ദു കേരളത്തിലെ ഏറ്റവും അധികം ആ വിദ്യാഭ്യാസ രംഗത്തെ ഇല്ലാതാക്കി നശിപ്പിച്ച് നാരായണക്കല്ലെടുപ്പിച്ച ഒരാളാണ്. തലയും വാലും ഇല്ലാത്ത ഇംഗ്ലീഷും, എന്നിട്ടൊരു വൈസ് പ്രിൻസിപ്പാൾ വരെ ആയിട്ടുള്ള കേരളവർമ്മ കോളേജിൽ വൈസ് പ്രിൻസിപ്പാൾ വരെ ആയിട്ട് അവിടുത്തെ പ്രിൻസിപ്പാളെ ഓട്ടിച്ച ആളാണ്. സകല തെമ്മാടിത്തരം കാണിച്ചിട്ടാണ് ആ കോളേജിൽ കാണിച്ചിട്ടാണ് അവർ വൈസ് പ്രിൻസിപ്പാൾ. എന്നിട്ട് അവരെ പിടിച്ചിട്ടാണ് ആരാക്കിയത്? കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രിയാക്കി മാറ്റിയത്. എന്തുകൊണ്ടാണ്? വിജയരാഘവന്റെ ഭാര്യ. അതെന്തുകൊണ്ടാണ്? വിജയരാഘവനായിട്ട് പിണറായി വിജയന്റെ അടുത്ത ബന്ധമുള്ളത് കൊണ്ട്. ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത ബിന്ദുവിനെ ഏൽപ്പിച്ച് ഈ ഉന്നത വിദ്യാഭ്യാസം കൊളാക്കി. അതിന്റെ പ്രതിഷേധം കൂടിയാണ് ഇരിഞ്ഞാലക്കുടയിൽ നടന്നത്. അവിടെ ഒറ്റയടിക്ക് മനസ്സിലാവുന്ന കാര്യം, ഇത്തവണത്തെ ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റി ഇലക്ഷനിൽ പോലും UDFന് തന്നെ മുൻതൂക്കം ഉണ്ടായിരുന്നത്. ആ ഇരിഞ്ഞാലക്കുടയിൽ പതിനായിരങ്ങൾ അങ്ങോട്ട് ഒഴുകിയെത്താണ് ഉണ്ടായത്. എല്ലാ തരത്തിലുള്ള വാദ്യമേളത്തോടു കൂടി അവിടെ എത്തിയ സ്വീകരണ ചടങ്ങിൽ, പുതിയ യാത്രയിൽ നടന്ന പൂർണ്ണമായ രംഗങ്ങളാണ് കാണുന്നത്. അതായത് ഇരിഞ്ഞാലക്കുട സ്തംഭിച്ചു പോയ ആ രംഗങ്ങളൊന്ന് കാണാം. നമ്മുടെ ബിന്ദു തലയുറ്റി വീണു എന്നൊക്കെയാണ് കേൾക്കുന്നത്. കാരണം ഇത് കണ്ടിട്ട് ബോധം കെട്ട് വീണു എന്നൊക്കെയാ കേൾക്കുന്നത്. എന്തായാലും നമ്മുടെ ഗവൺമെന്റ് ഭരിച്ചാൽ PhDക്കും MAക്കും BAക്കും BSCക്കും ഒക്കെ പഠിക്കാൻ നമ്മുടെ നാട്ടിൽ നിന്ന് മാത്രമല്ല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കുട്ടികൾ വന്ന് പഠിക്കുന്ന ഒരു എഡ്യൂക്കേഷൻ ഹബ്ബായി, ഒരു എഡ്യൂക്കേഷൻ ഡെസ്റ്റിനേഷനായി നമ്മെ മാറ്റും എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം, അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രസംഗം മാത്രമല്ല, വികസനത്തെ കീറി മുറിക്കുന്ന പ്രസംഗമാണ്. അദ്ദേഹം ഇതാ ആവേശത്തിന്റെ തോളിലേറി ഈ വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞു. അദ്ദേഹത്തെ എല്ലാവരും അഭിവാദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തെ ഒരു പുഷ്പം പോലെയാണ് അദ്ദേഹത്തെ എടുത്തുകൊണ്ടുവരുന്നത്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇരിഞ്ഞാലക്കുടയിലെ ചരിത്ര പ്രസിദ്ധമായി തീരാൻ പോകുന്ന ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം ഇവിടെ എത്തിക്കഴിഞ്ഞു. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. ജാക്സൺ എവിടെ? ജാക്സൺ മൈക്കെടുത്തു.
നമ്മുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് പുതുയുഗ യാത്രയുടെ നായകൻ ശ്രീ വി ഡി സതീശൻ നമ്മുടെ വേദിയിൽ എത്തിക്കഴിഞ്ഞു. ഞാൻ അദ്ദേഹത്തെ നിങ്ങൾക്കൊക്കെ വേണ്ടി വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഞാനൊരു അധ്യക്ഷ പ്രസംഗത്തിന് വേണ്ടി തുനിയില്ല. കാരണം ഈ വൈകിയ വേളയിൽ ഞാനൊരു പ്രസംഗത്തിന് തുനിഞ്ഞാൽ അവർക്ക് പറയാനുള്ളത് പറയാൻ കഴിയാത്തൊരു സ്ഥിതി വരും. അതുകൊണ്ട് നമ്മുടെ സ്വീകരണം ഏറ്റുവാങ്ങി അദ്ദേഹം പുതുയുഗ യാത്ര നടത്തുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തെ പ്രതി കുറ്റപ്പെടുത്താൻ മാത്രമല്ല, ഐക്യജനാധിപത്യ മുന്നണിയുടെ അധികാരത്തിൽ വരുമ്പോൾ എന്താണ് ഈ സംസ്ഥാനത്തിൻ്റെ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടി ചെയ്യുന്നത് എന്ന കാര്യങ്ങൾ നമ്മളോട് വിശദീകരിക്കാനാണ് അദ്ദേഹം ഈ പുതുയുഗ യാത്രയെ ഇതുവരെ ഉപയോഗപ്പെടുത്തിയത്. അതുതന്നെ ഇവിടെയും ആവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. സ്നേഹപൂർവ്വം നമ്മുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിനായി ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റവും പ്രിയങ്കരനായ അധ്യക്ഷൻ സി എം പി ജാക്സൺ, വേദിയിലുള്ള ജാഥ അംഗങ്ങളെ, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ നേതാക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമ്മുടെ ഈ യാത്ര കേരളത്തിലെ ലക്ഷോപലക്ഷം ജനങ്ങളുടെ ഹൃദയാഭിലാഷങ്ങൾ പൂർത്തിയാക്കാനുള്ള യാത്രയാണ്. 10 വർഷമായി കേരളത്തെ തകർത്തു തരിപ്പണമാക്കിയ ഈ ദുർഭരണത്തിന് അന്ത്യം കുറിച്ച് ഒരു പുതുയുഗത്തിൻ്റെ പിറവിയാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, സകല മേഖലകളും ഇവർ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഒരു സംസ്ഥാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നട്ടൽ എന്ന് പറയുന്നത് അതിൻ്റെ സമ്പദ്ഘടനയാണ്. ആ സമ്പദ്ഘടനയുടെ നട്ടല് തകർത്തിട്ടാണ് ഇവരിയ്ക്കുന്നത്. അടുത്ത മാസം പിണറായി വിജയൻ, കേരളത്തിലെ മുഖ്യമന്ത്രി, അധികാരത്തിൽ നിന്ന് സലാം പറയും. പോകുമ്പോൾ നമ്മുടെ തലയിൽ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത കെട്ടിവെച്ചിട്ടാണ് പോകുന്നത്. കേരളത്തെ കടത്തിൻ്റെ കാണാക്കയങ്ങളിലേക്ക് ചവിട്ടി താഴ്ത്തിയിട്ടാണ് പോകുന്നത്. ഈ സംസ്ഥാനത്തിൻ്റെ സമ്പദ്ഘടന തകരുമ്പോൾ അത് സാധാരണക്കാരൻ്റെ ജീവിതങ്ങളെ കൂടി ബാധിക്കും. നമ്മുടെ ഓർമ്മയിൽ ഇത്രമാത്രം ജപ്തി നോട്ടീസുകൾ പ്രവഹിച്ച ഒരു കാലമുണ്ടായിട്ടുണ്ട്. സംസ്ഥാനത്തുടനീളം ഒരു പോക്കറ്റിൽ ഒരു ജപ്തി നോട്ടീസെങ്കിലും കിട്ടാത്ത ഒരാളെ കാണില്ല. കണ്ട ഭാഗ്യവാൻ വിചാരിച്ചതാണ്. ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ആളുകൾ പ്രയാസപ്പെടുകയാണ്, കഷ്ടപ്പെടുകയാണ്, സങ്കടപ്പെടുകയാണ്. ജീവനക്കാർക്കും പെൻഷൻകാർക്കും അധ്യാപകർക്കും കൂടി ഗവൺമെന്റ് കൊടുക്കാനുള്ളത് 1 ലക്ഷം കോടിയാണ്. സപ്ലൈകോയിൽ സാധനങ്ങളില്ല. സപ്ലൈകോയ്ക്ക് കൊടുക്കാനുള്ളത് 2300 കോടിയാണ്. ആശുപത്രികളിൽ മരുന്നില്ല. മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കൊടുക്കാനുള്ളത് കോടികളാണ്. 4 പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് വൈദ്യുതി ബോർഡ് ലാഭത്തിലാക്കി ഒരു യൂണിറ്റിന് 22 പൈസ കുറച്ചു കൊടുത്തു. ആ വൈദ്യുതി ബോർഡ് 10 കൊല്ലം കൊണ്ട് 50,000 കോടി രൂപയുടെ കടത്തിലാക്കി. അത്രേ പറ്റിയുള്ളൂ. 4 പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി. KSRTC തകർന്നു, ക്ഷേമനിധികൾ തകർന്നു. കെട്ടിട നിർമ്മാണ തൊഴിലാളിക്ക് പെൻഷൻ കിട്ടിയിട്ട് 19 മാസമായി. എവിടെ തിരിഞ്ഞു നോക്കിയാലും ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുകയാണ്, ഒന്നുമില്ല. നമ്മളിനി പ്രതിപക്ഷം മാത്രമല്ല, നമ്മളിനി ജനങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കി അധികാരത്തിൽ വരേണ്ട മുന്നണിയാണ്. എവിടെ ഈ ഗവൺമെന്റ് പരാജയപ്പെട്ടോ അവിടെയൊക്കെ നമുക്ക് വിജയിപ്പിക്കണം. എവിടെ കേരളത്തെ ഇവർ തകർത്തോ
അവിടെ നമുക്ക് നമ്മുടെ കേരളത്തെ പുനർജനിപ്പിക്കണം. ഞാൻ നിങ്ങളോട് ആത്മവിശ്വാസത്തോടെ പറയുന്നു, കഴിഞ്ഞ 2 വർഷക്കാലം നടത്തിയ കഠിനാധ്വാനം, ഗവേഷണ തുല്യമായ ഗ്രഹപാഠം ചെയ്ത് രാജ്യത്തിനകത്തും പുറത്തുമുള്ള ഒരുപാട് വിദഗ്ധരായ ആളുകളുടെ സേവനങ്ങൾ തേടി സമഗ്രമായ പദ്ധതികളുമായിട്ടാണ് നമ്മൾ വരുന്നത്. ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലോ രാജ്യത്തിന്റെ ചരിത്രത്തിലോ ഒരു മുന്നണിയും ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാത്ത തയ്യാറെടുപ്പുകളോടുകൂടിയാണ് നമ്മൾ വരുന്നത്. അതാണ് നമ്മുടെ ആത്മവിശ്വാസം. നമ്മൾ പറഞ്ഞു, ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. വെന്റിലേറ്ററിൽ കിടക്കുന്ന ആരോഗ്യ കേരളത്തെ ആരോഗ്യവതിയാക്കി നമുക്ക് കേരളത്തിലൂടെ നടത്തണ്ടേ? നമ്മൾ എന്താ ചെയ്തത്? ഒരു ഹെൽത്ത് കമ്മീഷൻ നിയമിച്ചു 9 മാസം മുമ്പ്. ഗവൺമെന്റ് അല്ല, പ്രതിപക്ഷം രാജ്യത്തിനകത്തും പുറത്തുമുള്ള 300ഓളം ഡോക്ടർമാരുടെ കോൺക്ലേവ് നടത്തി. 600ഓളം ആരോഗ്യ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് നമ്മൾ ഒരു ഹെൽത്ത് ഡോക്യുമെന്റ് പ്രകാശനം ചെയ്തു. ഭാവി കേരളത്തിലേക്കുള്ള ജ്ഞാന സമ്പത്താണ് ആ ഡോക്യുമെന്റ്. മാറും കേരളം, ആരോഗ്യ കേരളം, യൂണിവേഴ്സൽ ഹെൽത്ത് കവറേജ് ആണ്. ഞങ്ങൾ നോക്കിയപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചികിത്സാ ചെലവുള്ള സംസ്ഥാനം കേരളമാണ്. ഞങ്ങൾ പറഞ്ഞു, ആദ്യഘട്ടത്തിൽ അത് നടപ്പാക്കുമ്പോൾ നിങ്ങളുടെ ചികിത്സാ ചെലവ് 50% കുറയ്ക്കും. 2ാം ഘട്ടത്തിൽ അത് 1/3 കുറയ്ക്കും. സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക ആശുപത്രിയാണ്, പ്രായമായവർക്ക് ജെറിയാട്രിക് കെയർ സംവിധാനം. ഞാൻ വിശദാംശങ്ങൾ പറയുന്നില്ല. ഒരു കാര്യം ഉറപ്പാണ്, അത് നടപ്പാക്കിയാൽ ലോകരാജ്യങ്ങളിൽ നിന്ന് പോലും ആളുകൾ ചികിത്സ തേടി കേരളത്തിലെത്തുന്ന ആരോഗ്യത്തിന്റെ ഡെസ്റ്റിനേഷൻ പോയിന്റാക്കി നമ്മുടെ കേരളത്തെ നമ്മൾ മാറ്റും. ഇന്ന് രാവിലെ ഞങ്ങൾ വിദഗ്ധരായ ആളുകൾ തയ്യാറാക്കിയ ഹയർ എഡ്യൂക്കേഷൻ ഉന്നത വിദ്യാഭ്യാസ രേഖ ഇന്ന് പ്രകാശനം ചെയ്തു തൃശ്ശൂരിൽ വെച്ച്. 40-50 ലക്ഷം രൂപ കിടപ്പാടം പണയപ്പെടുത്തി നമ്മുടെ കുഞ്ഞുങ്ങൾ പുറത്ത് പഠിക്കാൻ പോവുകയാണ്. യൂണിവേഴ്സിറ്റികളിൽ പ്രോഗ്രാം. UDF വരുമ്പോൾ അവർ ജർമ്മനിയിൽ പോയി, UK പോയി, ഓസ്ട്രേലിയയിൽ പോയി, കാനഡയിൽ പോയി, യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കുന്ന പ്രോഗ്രാമുകൾ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ ആരംഭിക്കും. നമ്മുടെ കുട്ടികൾ അവിടെ പഠിക്കും. പഠിച്ചു പുറത്തു വരുമ്പോൾ 2 ഓപ്ഷൻ, ഒന്നുകിൽ തൊഴിൽ അല്ലെങ്കിൽ സംരംഭം. 2-നുമുള്ള സംരംഭങ്ങൾ. ഈ കേരളം ഇന്നുവരെ കാണാത്ത ഒരു തൊഴിൽ സംരംഭ സമഗ്ര പദ്ധതി ഈ യാത്ര തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുമ്പ് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. സമഗ്രമായ മാറ്റമാണ് വിദ്യാഭ്യാസ രംഗത്ത്, കാർഷിക രംഗത്ത്. കൃഷിക്കാരെ, മണ്ണിനോട് അദമ്യമായ ബന്ധമുള്ള കർഷകരെ നമ്മൾ ചേർത്ത് നിർത്തും, എല്ലാത്തിലും സംരക്ഷിക്കും. ഇവർ തകർത്തെറിഞ്ഞ ഈ സമ്പദ്ഘടന നമ്മൾ പുനർജനിപ്പിക്കും. മികച്ച ധനകാര്യ മാനേജ്മെന്റ് കൊണ്ട്, കൃത്യമായ തന്ത്രപൂർവമായ നികുതി പരിഷ്കരണങ്ങൾ കൊണ്ട്, ഖജനാവിന്റെ ചോർച്ച കാർക്കശ്യത്തോടുകൂടി അടച്ചുകൊണ്ട്, നമ്മുടെ സമ്പദ്ഘടനയെ ഉത്തേജിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ പൂച്ച പെറ്റുകിടക്കുന്ന കേരളത്തിലെ ഖജനാവ് നമ്മൾ പണം കൊണ്ട് നിറയ്ക്കും. അതാണ് ഒരു ഗവൺമെന്റിന്റെ ആദ്യത്തെ ജോലി. പണം നിറഞ്ഞാൽ ഖജനാവിൽ പണം വേണം, അല്ലെങ്കിൽ വെറുതെ ആളെ പറ്റിച്ച് പ്രഖ്യാപിക്കുക. ഇപ്പം ചെയ്യണ പോലെ ആളുകളെ കബളിപ്പിക്കുക, അതിന് നമ്മളില്ല. ഖജനാവിൽ പണം നിറച്ച് ഒരു വാക്കാണ്. പിന്നെ സാധാരണക്കാരനെയും പാവപ്പെട്ടവനെയും ഇടത്തരക്കാരനെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തി അവൻ്റെ സങ്കടങ്ങൾ മാറ്റി, അവൻ്റെ കണ്ണീരൊപ്പി, അവൻ്റെ ജീവിത നിലവാരം ഉയർത്തി നമ്മൾ കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റി. എല്ലാ രംഗത്തും ഞങ്ങൾക്കൊരു സ്വപ്നതുല്യമായ ഒരു പദ്ധതിയുണ്ട്. കേരളത്തിന് 600 കിലോമീറ്ററാണ് തീരപ്രദേശം, കടലാണ്, പ്രകൃതിയുടെ വരദാനമാണ്. 2 അന്താരാഷ്ട്ര തുറമുഖങ്ങൾ, ഒരു കണ്ടെയ്നർ ടെർമിനൽ, 17 മിനി തുറമുഖങ്ങൾ, ഇതെല്ലാം കൂടി സംയോജിപ്പിച്ച് മിഷൻ സമുദ്ര എന്ന പേരിൽ കോസ്റ്റൽ ഷിപ്പിംഗ് തുടങ്ങിയ ഈ റോഡിലൂടെ പോകുന്ന ചരക്കുകളുടെ 70% ഇതിൻ്റെ 1/4 ചെലവിൽ കടലിലൂടെ പോകും, റോഡ് ഫ്രീ ആവും. 2ാം ഘട്ടം ക്രൂയിസ് ഷിപ്പിംഗ്, പാസഞ്ചേഴ്സിനെ കൊണ്ടുപോകും. 3ാം ഘട്ടം നദികളെ കൂടി ചേർത്തുകൊണ്ടുള്ള സമഗ്രമായ ടൂറിസം പദ്ധതി. സിംഗപ്പൂർ പോലെ, സിയാറ്റിൽ പോലെ കേരളത്തെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റാനുള്ള ബൃഹത്തായ പദ്ധതി.
ഇത് തയ്യാറാക്കിയ അന്താരാഷ്ട്ര വിദഗ്ധർ പറഞ്ഞത് ഇത്തരമൊരു പരിപാടി നടത്താൻ കേരളത്തെക്കാൾ മനോഹരമായൊരു സ്ഥലം ലോകത്തെങ്ങുമില്ലെന്നാണ്. നമുക്ക് പ്രകൃതി നൽകിയ വരദാനമാണ്, അതിനെ നമുക്ക് പ്രയോജനപ്പെടുത്തണം. ഇനിയും ധാരാളം പദ്ധതികളുണ്ട്, ഞാൻ എല്ലാം പറയില്ല, കാരണം സസ്പെൻസാണ്. പക്ഷേ ഈ ജാഥ തിരുവനന്തപുരത്തെത്തുമ്പോൾ കേരളത്തിന് ബോധ്യമാകും, ഇത് ഭരണമാറ്റത്തിന് വേണ്ടി മാത്രം വരുന്ന വരവല്ല, ഇത് കേരളത്തിന്റെ മാറ്റത്തിന് കൂടി വരുന്ന വരവാണ്. ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തരുന്നു, ഇനി കേരളം പുറകിലേക്ക് നടക്കില്ല. ഇനി നമ്മുടെ കേരളം മുന്നിലേക്ക് കുതിക്കും. നമ്മുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനമാക്കി നമ്മൾ നമ്മുടെ കേരളത്തെ മാറ്റി. ഇവിടെ എന്താ ചർച്ച? ഇവിടെ ഇതൊന്നും അല്ലല്ലോ ചർച്ച. ഉടുക്കത്തെ വർഗീയത BJPക്കാണ് നമുക്കറിയാം. അവർ നമ്മൾ വലിയ സന്തോഷത്തോടു കൂടി എവിടെയെങ്കിലും ഇരിക്കണേണ്ട അവർക്ക് വിഷമം വരും. പിന്നെ വിദ്വേഷ പ്രചരണം നടത്തും, തമ്മിലടിപ്പിക്കും. നമ്മൾ ശത്രുക്കളായി മാറി അവർക്ക് സന്തോഷമായി. പക്ഷെ എൻ്റെ സങ്കടം, സംഘപരിവാറിൻ്റെ അതേ പാതയിൽ കേരളത്തിലെ CPM സഞ്ചരിക്കും. ഡൽഹിയിലെ ചേട്ടൻ ബാവയും തിരുവനന്തപുരത്തെ അനിയൻ ബാവയും ഒരേ തോണിയിലാണ് സഞ്ചരിക്കുന്നത്. രണ്ടുപേരും ഒരേ ലൈനാണ്. പിന്നെ പിണറായി വിജയൻ്റെ ഒരു വ്യത്യാസം, മാറി മാറി ന്യൂനപക്ഷ വർഗീയതയും പറയും, ഭൂരിപക്ഷ വർഗീയതയും പറയും, സൗകര്യം പോലെ. പാർലമെന്റ് ഇലക്ഷനിൽ ഒടുക്കത്തെ ന്യൂനപക്ഷ വർഗീയതയെ പറഞ്ഞു. അപ്പോൾ കേൾക്കാം, നമ്മൾ ഞെട്ടും. ഗാസയിലെ കുഞ്ഞുങ്ങൾ, പാലസ്തീനിലെ യുദ്ധം, പൗരത്വ രജിസ്റ്റർ, ന്യൂനപക്ഷ പ്രേമം. ന്യൂനപക്ഷങ്ങൾക്ക് മനസ്സിലായി തട്ടിപ്പാണെന്ന്, ഒരു വോട്ട് ചെയ്തില്ല. അപ്പോൾ ആ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ നേരെ പ്ലേറ്റ് മാറ്റി. പിന്നെ മലപ്പുറത്തെ പറ്റി കുറ്റം പറയാൻ തുടങ്ങി. ഭൂരിപക്ഷ വർഗീയതയ്ക്ക് മുഖ്യമന്ത്രി തിരികൊളുത്തി. അത് കേട്ട് AK ബാലൻ, വിജയരാഘവൻ, സജി ചെറിയാൻ. പിന്നെ മുഖ്യമന്ത്രിക്ക് ഒരു പ്രത്യേകതയുണ്ട്, നന്നായി വർഗീയത പറയുന്നവരെ എല്ലാ ആഴ്ചയും പോയി പൊന്നാടേനി അവരും കൂടി ഇറങ്ങി. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഒരാളും ഇനി കേരളത്തിൽ ഭൂരിപക്ഷ വർഗീയതയും പറയേണ്ട, ന്യൂനപക്ഷ വർഗീയതയും പറയേണ്ട. ഞങ്ങൾ എതിർക്കും UDF. ഏത് കൊല കൊമ്പനായാലും എതിർക്കും, ഒരാൾ പേടിയില്ല. ഇനി ചിലർ വന്നിട്ട് പറയും, ഞങ്ങളുടെ കയ്യിൽ വോട്ട് ബാങ്ക് ഉണ്ട്. എടോ, വോട്ട് ബാങ്ക് ഉണ്ടെങ്കിൽ കയ്യിൽ വെച്ചോ, വർഗീയത പറയരുത്. തെരഞ്ഞെടുപ്പിന്റെ പാരമ്യത്തിൽ നിൽക്കുമ്പോഴും വെള്ളം ചേർക്കില്ല. ഞാൻ എല്ലാവരോടും പറഞ്ഞു, ഈ പിണറായി വിജയനും VD സതീശനൊക്കെ കുറച്ച് നാളുകൂടെ ഉണ്ടാവുള്ളൂ, പിന്നെ ഓർമ്മയാവും. കുറെ കഴിയുമ്പോൾ ഓർമ്മയിലും ഉണ്ടാവില്ല. പക്ഷെ നമ്മുടെ കേരളം ഉണ്ടാകും, നമ്മുടെ മക്കളും കൊച്ചുമക്കളും ഉണ്ടാകും. അവരും മതസൗഹാർദ്ദത്തോടെ ജീവിക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ, അതിനുള്ള പണി തുടങ്ങിയാൽ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ അതിന് സമ്മതിക്കും. എന്നോട് പലരും ചോദിച്ചു, എന്തിനു ഇത്ര കട്ടിക്ക് പറയണത്? അപ്പം ഞാൻ പറഞ്ഞു, മതേതര കേരളം, നമ്മുടെ ഈ മതേതര നിലപാട് ഇരു കൈകളും നീട്ടി ഹൃദയത്തിലേക്ക് സ്വീകരിക്കും. നോക്കിക്കോ നിങ്ങൾ, ചവിട്ടല്ലേ. നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നിങ്ങൾ നോക്കിക്കോ, നമ്മുടെ കേരളം തലയെടുപ്പോടുകൂടി നിന്ന് ഈ രാജ്യത്തോട് പറയും, ഇതാണ് മതേതര കേരളം, ഇതാണ് മാതൃക. വർഗീയത പറയാമെന്നാൽ നമ്മൾ തോളോട് തോളൊരുമി നിന്നുകൊണ്ട് നമ്മളതിനെ ചോദ്യം ചെയ്യും. ഞങ്ങളെ ഭിന്നിപ്പിക്കാൻ വരണ്ടെന്ന് പറയും. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, നാടിൻ്റെ മാറ്റത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. നിങ്ങളവിടെ ചവിട്ടിയിട്ടാണ് വയറുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ നാടിന് വേണ്ടി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഞാൻ ഈ CPM ഇതെങ്ങോട്ടാണ് പോകുന്നത്? ഞങ്ങൾ പയ്യന്നൂരെത്തിയപ്പോൾ രക്തസാക്ഷി ഫണ്ട് വിവാദമാണ്. സാരില്ല, പതുക്കെ ധൃതി പിടിക്കണ്ട, പതുക്കെ ചെയ്താൽ മതി. കുഴപ്പമില്ല, അത് മതി, അരിച്ചവിട്ടാതെ കുഴപ്പമില്ല, സാരല്ല. അപ്പോൾ ഇപ്പൊ CPMന് രക്തസാക്ഷികൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ലോട്ടറി അടിക്കുന്ന പോലെ. വെറും ലോട്ടറി അല്ല, ബമ്പർ. അപ്പം പിരിവ് തുടങ്ങുകയാണ്, എന്നിട്ട് അത് അടിച്ചു മാറ്റുകയാണ്. അത് ചൂണ്ടിക്കാണിച്ച കമ്മ്യൂണിസ്റ്റുകാരനെ പുറത്താക്കി, കട്ടവനെ അല്ല പുറത്താക്കിയത്. ശബരിമലയിൽ എന്താ ചെയ്തത്? അയ്യപ്പന്റെ സ്വർണം കവർന്ന
3 CPM നേതാക്കന്മാർ ജയിലിൽ കിടക്കുക അല്ലേ? സ്വർണം മാത്രമല്ല കവർന്നത്, അയ്യപ്പൻ്റെ ശ്രീകോവിലിൻ്റെ മുന്നിൽ വെച്ചിരുന്ന അതിമനോഹരമായ, പോയവർക്കറിയാം, സ്വർണത്തിൽ പൊതിഞ്ഞ ദ്വാരപാലക ശില്പം എടുത്തു കൊണ്ടുപോയി ഒരു കോടീശ്വരന് വിറ്റ്, കോടികൾക്ക്. കോടതിയാ പറഞ്ഞത്. കോടീശ്വരനെ വരെ പറ്റിച്ചു, അയാൾക്കറിയില്ലല്ലോ ഇത് കള്ളമുതലാണെന്ന്. എന്നിട്ട് ചെമ്പിലൊരു വ്യാജ ദ്വാരപാലക ശില്പം ഉണ്ടാക്കി, അതിൽ കുറച്ച് പൂശിയിട്ട് അവിടെ കൊണ്ടുവന്ന് വെച്ചു. കോടതി പറയാണ് 2019 തുടങ്ങിയതാണ് ഈ കളവ്, ആരും അറിഞ്ഞില്ല. ആരും അറിഞ്ഞില്ലെങ്കിൽ കള്ളന്മാരെന്ത് ചെയ്യും? വീണ്ടും കക്കും. അത് തന്നെ 2024 കോടതി പറയാണ് ഫേക്ക് അർജൻസി ഉണ്ടാക്കി, എന്ന് വെച്ചാൽ വ്യാജമായ ഒരു അടിയന്തര ആവശ്യം. ഇപ്പൊ സ്വർണം പൂശണമെന്നു, എന്തിനാണ്? കക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ കോടതി പിടിച്ചു. ഞാനിപ്പോഴും കരുതുന്നത് കോടതിയല്ല, അയ്യപ്പനാണ് പിടിച്ചത്. കാരണം അയ്യപ്പന് മനസ്സിലായി ഈ പോക്ക് പോയാൽ അയ്യപ്പന്റെ തങ്ക വിഗ്രഹവും കൂടി അടിച്ചു മാറ്റും. എന്നിട്ട് 3 പേര് ജയിലിൽ കിടന്നിട്ട് അവർക്കെതിരായിട്ട് ഒരു നടപടിയില്ല. അത് കഴിഞ്ഞിട്ട് ആഗോള അയ്യപ്പ സംഗമം. പെട്ടെന്ന് രാവിലെ എണീറ്റപ്പോൾ പിണറായി വിജയൻ ഒരു അയ്യപ്പ ഭക്തി. അപ്പൊ തന്നെ നമുക്ക് സംശയം തോന്നിയതാണ്. അയ്യപ്പന്റെ പടത്തിനേക്കാൾ 4 ഇരട്ടി വലിപ്പം പിണറായി വിജയന്റെ പടമാണ് കേരളം മുഴുവൻ വെച്ചിരുന്നത് അല്ലേ? ഇപ്പോഴാണ് അറിയണത്. ഇതേ കണക്ക് സമർപ്പിച്ച് കോടതിയിൽ. കണക്കങ്ങൾ കൂടിച്ചേരല്ല. അസംബ്ലി തന്ന കണക്ക് വേറെ, ഓഡിറ്റിന് തന്ന കണക്ക് വേറെ, ഹൈക്കോടതി കൊടുത്ത കണക്ക് വേറെ. ആകെ 600 പേരാണ് പങ്കെടുത്തത്. പക്ഷെ പ്രഭാത ഭക്ഷണം കഴിച്ചവരുടെ ലിസ്റ്റിൽ 3000 പേര് കഴിച്ചെന്ന കള്ളക്കണക്കാ. ലഞ്ച് കഴിച്ചത് 4000 പേര്. രാത്രി അത്താഴമായപ്പോൾ 5000 പേര്. നന്ദഗോപ ഭജന സംഘം അവിടെ ഗാനമേള നടത്തിയെന്ന് പറഞ്ഞ് 8 ലക്ഷം രൂപ എഴുതി മേടിച്ചേക്കുക. അവർ പറഞ്ഞ് ഞങ്ങൾ ആ പരിസരത്തേക്ക് പോയിട്ടില്ല എന്ന്. കള്ളക്കണക്ക് എഴുതി മേടിച്ചാണ്. കിടക്ക വരെ അടിച്ചു മാറ്റി. ഞാനിപ്പോൾ ഇവരോടൊക്കെ ഒരു തമാശ പറഞ്ഞു. ഈ കൊല്ലത്ത് കോർപ്പറേഷൻ CPM ഭരിക്കുമ്പോൾ, ഇപ്പോൾ നമ്മളാ ഭരിക്കുന്നത്, CPM ഭരിക്കുമ്പോൾ ഒരു ഫെസ്റ്റിവൽ നടത്തി. അപ്പോൾ ഒരു കുതിരയെ കൊണ്ടുവന്നെന്നാണ് കണക്ക്. കുതിര ഫെസ്റ്റിവലിൽ കുതിരയെ കൊണ്ടുവന്നെങ്കിൽ ഒരു വാഹനത്തിൽ കൊണ്ടുവരണ്ടേ? അപ്പോൾ വാഹനത്തിൻ്റെ വൗച്ചർ എഴുതും, ഇത് കൊടുക്കണം കാശ് മേടിക്കാൻ. അപ്പോൾ വാഹനത്തിൻ്റെ നമ്പർ എഴുതി, കുതിരയെ കൊണ്ടുവന്ന വാഹനം നമ്പർ ഇതാണ്. ഓഡിറ്റുകാർ ഇത് പരിശോധിച്ചു ഈ വാഹനം. അപ്പം നോക്കിയപ്പോൾ എന്താ? കുതിരയെ കൊണ്ടുവന്ന വാഹനം മാരുതി 800. ആലോചിച്ച്, മാരുതി 800 കുതിരയെ കൊണ്ടുവന്ന ബിരുദന്മാരാണ് ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ പൈസ അടിച്ചു മാറ്റി. കമന്ന് വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന കൊള്ളക്കാരാണ്. ഇവർക്ക് ഇത് തന്നെ പണി. അയ്യപ്പൻ്റെ പണവും സ്വർണവും അടിച്ചു മാറ്റാമെങ്കിൽ പിന്നെ ബാക്കി പാവപ്പെട്ടവൻ്റെ ഖജനാവി കൈയിട്ട് കഴിഞ്ഞാൽ പിന്നെ എന്തായിരിക്കും എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ഒടുക്കത്തെ പ്രഖ്യാപനവും ഞാൻ പറഞ്ഞില്ല, ഖജനാവി പൂച്ച പറ്റി കിടക്കുകയാണ്. ഒന്നുമില്ല, പ്രഖ്യാപിക്കാൻ വല്ല മടിയുണ്ടോ? ഇവരുടെ പ്രഖ്യാപനത്തിന് വല്ല വിലയുണ്ടോ? 2021 കഴിഞ്ഞ അസംബ്ലിയിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞു, ഞങ്ങൾ വന്നാൽ 1600 രൂപയുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഞങ്ങൾ 2500 ആണ്. 900 രൂപ കൂട്ടി തരും. കുറേ പാവങ്ങൾ അവർക്ക് വോട്ട് ചെയ്തു. സത്യമായിട്ടോ ഇല്ലേ? 4.25 കൊല്ലക്കാലം ഇനി വാഗ്ദാനം തരുമ്പോൾ ഓർത്തോളണം. 4.25 കൊല്ലക്കാലം ഒരു ചില്ലിക്കാശ് കൂട്ടിയില്ല. കൂട്ടിയ ഈ 3 ഇപ്പം ഈ ഇലക്ഷന് തൊട്ട് മുമ്പ്, ഒരാഴ്ച മുമ്പ്, ഇലക്ഷൻ ആയതുകൊണ്ടാണ്, ലോക്കൽ ബോഡി 400 രൂപ കൂട്ടി. അപ്പം ഞാൻ പറഞ്ഞു, മലയാളിയുടെ സാമാന്യ ബുദ്ധിയെ പരീക്ഷിക്കരുതെന്ന്. മലയാളി എന്ത് ചെയ്തു? ആ കാശ് വാങ്ങിച്ച് 400 രൂപ പോക്കറ്റിലിട്ടു. പോളിംഗ് ബൂത്തിൽ പോയി UDF വോട്ട് ചെയ്തു. ശരിയല്ലേ? അപ്പം നമ്മുടെ മണി സഖാവുണ്ട്, എല്ലാവരെയും ചീത്ത വിളിക്കുന്ന ഒരു സഖാവില്ലേ ഇടുക്കിയിൽ, അയാൾ പറഞ്ഞു കൊള്ളരുതാത്തവന്മാർ വോട്ടർമാരെയാണ്. നമ്മുടെ കാശും മേടിച്ച് പുട്ടടിച്ചിട്ട് UDF വോട്ട് ചെയ്തെന്ന്. മണിസഖാവിനോട് നമുക്ക് പറയാനുള്ളത്, മണിസഖാവേ, അവർ ബുദ്ധി കൊള്ളരുതാത്തവരായിട്ടല്ല, നിങ്ങളെക്കാൾ ബുദ്ധിയുള്ളവരായിട്ടാണ്. അവർക്കറിയാം ഈ 2 മാസമാണ് LDF പെൻഷൻ കൊടുക്കാൻ പോകുന്നത്. അടുത്ത 5 കൊല്ലത്തേക്ക് അവർക്ക് പെൻഷൻ കൊടുക്കേണ്ടത് UDF സർക്കാരാണ് എന്ന് അവർക്കറിയാം. അതാണ് അവർക്ക് നല്ല ബുദ്ധിയുണ്ട്. അതാണ് UDF വോട്ട് ചെയ്ത്. ഞാൻ അവസാനിപ്പിക്കുക. നമ്മുടെ UDF ടീം UDF ആണ്. 100-ലധികം സീറ്റുമായി കേരളത്തിൽ അധികാരത്തിലേക്ക് വരും. കയ്യടിക്കാൻ വരട്ടെ. അപ്പൊ ഇരിങ്ങാലക്കുടയിൽ UDF MLA ഉണ്ടാവോ? ഉറക്കെ പറ, ഉറക്കെ. ആ ഉറപ്പാണ് എനിക്ക് വേണ്ടത്. ആ ഉറപ്പ് ഞാൻ ഏറ്റുവാങ്ങിക്കൊണ്ട് നിങ്ങൾ നൽകിയ ഈ ആവേശോജ്വലമായ സ്വീകരണത്തിന് നന്ദി പറയാൻ വാക്കുകളില്ലാതെ നിർത്തും.